അങ്ങനെ നമ്മുടെ വേദ നിയമങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ജോബി വേദത്തോടുള്ള ദേഷ്യം തീർക്കുകയാണ്. അവൻ പറയുന്നത് ഞാൻ എന്തായാലും ഇപ്പോൾ പോലീസുകാരെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും കൂടി ഒരാളെ കൊന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒളിച്ച് താമസിക്കണേ, എന്തായാലും ഞാൻ പോലീസുകാരെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ജോബി പോലീസുകാരനെ വിളിച്ച് പോലീസുകാരനെ വരുത്തുന്നുണ്ട്. എന്തായാലും പോലീസുകാർക്ക് അവർക്കൊരു പരാതി അവരുടെ മേലെ കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരാളെ കൊന്ന കേസിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിട്ടിട്ട് പോകുന്നുണ്ട് പോലീസുകാർ. എന്തായാലും വേദയും വിക്രം പിന്നെ സന്തോഷിച്ചിട്ട് ഇങ്ങനെ കഴിയണ സമയത്താണ് തേയിലത്തോട്ടത്തെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം എത്തുന്നുണ്ട്. സന്തോഷിനെ കണ്ടപ്പം പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. കാരണം വിക്രം അവൻ്റെ കാല് ഓടിച്ചിട്ടതും ആ താലി കെട്ടാൻ പോണ സമയത്ത് ആ ഗുണ്ടകളെ കൊണ്ട് വരുന്നിട്ട് ഒക്കെ ഉപദ്രവിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും അവരുടെ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ വേദയും വിക്രമും ആകെ തളരുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെ പിന്നിലും കാരണം നമ്മുടെ വിക്രമാണ് വേദ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇതുകൊണ്ടാണ് അവർക്ക് ഒരു കാലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തതെന്ന് വിചാരിച്ചിട്ട് വേദ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വിക്രം പറയുന്നത് നമുക്ക് പോയി അവരോട് മാപ്പ് ചോദിച്ചിട്ട് എല്ലാവരും നമുക്ക് ഏറ്റു പറഞ്ഞാൽ നമുക്ക് ഇതെന്നൊക്കെ ഒരു മോചനം കിട്ടും വായോ എന്ന് പറഞ്ഞ് കൂടിപ്പോണ്ട്. എന്തായാലും നമ്മുടെ സന്തോഷം ഒരു തരത്തിലും വേദനയും വിക്രമനും കാണാൻ സമ്മതിക്കുന്നില്ല. അവർ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാത്തിനും ഇവരാണ് കാരണം വിചാരിച്ചിട്ട് ഇവരും വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ആഴ്ചത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.